വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ലെൻസസ് എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പവർ ഓഫ് ലെൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ പവർ ഓഫ് ലെൻസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഫയൽസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ എല്ലാ നോട്ടുകളും അതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പവർ ഓഫ് ലെൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെൻസുകളെ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പവർ ഓഫ് ലെൻസിൽ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്നെ പോലെ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പവർ ഓഫ് ലെൻസ് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. നമ്മൾ കണ്ണിന് എന്തെങ്കിലും കാഴ്ചക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, നമുക്കൊരു ലെൻസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിത്തരും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെൻസിൻ്റെ പവർ എഴുതിയേക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. 0.5, 0.75, 1 അങ്ങനെയൊക്കെയുള്ള പവറുകളാണ് നമ്മൾ സാധാരണ കാണാറ്. അപ്പോൾ പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഒരു ലെൻസ് സത്യത്തിൽ എന്താ ചെയ്യുന്നത്, ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെൻസിൻ്റെ പവർ എന്നാൽ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ലെൻസുകൾ എത്ര ടൈപ്പാണ് ഉള്ളത്, 2 ടൈപ്പാണ് ഉള്ളത് അല്ലേ. ഇതാ ഇങ്ങനെ വരയ്ക്കുന്നത് കോൺവെക്സ് ലെൻസ്, ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് കോൺകേവ് ലെൻസ്. ഇങ്ങനെ 2 തരം ലെൻസുകളാണ് നമുക്ക് മൊത്തത്തിൽ ഉള്ളത്. അതിൽ ഈ പറയുന്ന ലെൻസിൻ്റെ പേരെന്തുവാണ്, കോൺവെക്സ് ലെൻസും. ഈ കാണുന്ന ലെൻസിൻ്റെ പേരെന്താണ്, കോൺകേവ് ലെൻസും. നിങ്ങൾക്കറിയാം എന്നെനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഓക്കെ, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പോൾ നിങ്ങൾ ടച്ച് വിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു റേ ഓഫ് ലൈറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു പോയിന്റിലേക്ക് ഇങ്ങനെ കൂടിച്ചേരും. നമ്മളതിനെ എന്ത് വിളിക്കും, കൺവേർജിങ് എന്ന് വിളിക്കും. നേരെ മറിച്ച് കോൺകേവ് ലെൻസിലാണെങ്കിൽ എന്ത് പറ്റും, ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് തട്ടിയാൽ അതെന്ത് ചെയ്യും, അതിങ്ങനെ ദൂരേക്ക് പോകും. നമ്മളതിനെ എന്ത് വിളിക്കും, ഡൈവേർജിങ് എന്ന് വിളിക്കും. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലെൻസ് അതിലേക്ക് വീഴുന്ന ലൈറ്റിനെ എത്രത്തോളം കൺവേർജ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേർജ് ചെയ്യിക്കുന്നു എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പവർ ഓഫ് എ ലെൻസ്. നമ്മൾ പി എന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം കൺവേർജ് ചെയ്തു ഡൈവേർജ് ചെയ്തു എന്നുള്ളത്, അതിന് നമ്മൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ സഹായമാണ് തേടാനായിട്ട് പോകുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, ആദ്യം നമ്മൾ എന്തെടുക്കാൻ പോവുകയാണ്, ഒരു കോൺവെക്സ് ലെൻസ് എടുക്കാനായിട്ട് പോവുകയാണ്. ഒന്നല്ല 2 ലെൻസ് എടുക്കാൻ പോവുകയാണ്. ഇതൊരു ചെറിയ ലെൻസാണെന്ന് വിചാരിക്കുക. ഇതെന്താണ്, ഒരു ചെറിയ ലെൻസാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി കട്ടിയുള്ള വലിയൊരു ലെൻസും എടുത്തു. എന്നിട്ട് 2ലേക്കും നമ്മൾ എന്തിനെ കൊണ്ടുവന്നു, ലൈറ്റിനെ കൊണ്ടുവന്ന് തട്ടും. തിക്നെസ് കുറഞ്ഞ ലെൻസ് ഇതാ ഈ ഒരു പോയിന്റിലാണ് ലൈറ്റിനെ എന്ത് ചെയ്തത്, കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൂരമാണ് എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് മറ്റൊരു ലെൻസിലേക്ക്, കട്ടി കൂടിയ ലെൻസിലോട്ട് ലൈറ്റിനെ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു, അത് ഇവിടെ ആക്കിയാണ് എന്ത് ചെയ്തത്, ലൈറ്റിനെ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 2 ലെൻസുകളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും ആരാണ് ലൈറ്റിനെ കൂടുതൽ കൺവേർജ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺവേർജ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ആർക്കാണോ ഫോക്കൽ ലെങ്ത് കുറവ് അവിടെ ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൺവേർജിങ് നടന്നിട്ടുണ്ടാവുക അല്ലേ. കാരണം നേരെ പോയ ലൈറ്റിനെ ഏറ്റവും അധികം അടുത്തേക്ക് ചേർത്തത് ആരായിരിക്കും, ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ലെൻസായിരിക്കും അല്ലേ. ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ലെൻസായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ലെൻസിൻ്റെ പവറിനെ ആരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലെൻസിൻ്റെ കൺവേർജിങ് അല്ലെങ്കിൽ ഡൈവേർജിങ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പവർ ഓഫ് എ ലെൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഒരു ലെൻസ് അതിലേക്ക് വീഴുന്ന ലൈറ്റ് റേയെ എത്രത്തോളം കൺവേർജ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പവർ ഓഫ് എ ലെൻസ് എന്ന് വിളിക്കുന്നത്. നമുക്കത് കോൺവെക്സിൻ്റെ കേസിലൊന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു കോൺകേവ് ലെൻസിൻ്റെ കേസ് നോക്കാം. അപ്പോൾ കോൺകേവ് ലെൻസിൽ നമ്മൾ ഇതുപോലെ 2 ലെൻസ് അസ്യൂം ചെയ്തു. ഒന്നൊരു തിക്നെസ് കുറഞ്ഞ ലെൻസാണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊന്ന് ഒരല്പം തിക്നെസ് കൂടിയ ലെൻസാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ 2ഇടത്തേക്ക് എന്ത് ചെയ്തു, ഒരേപോലെ പാരലായിട്ട് ലൈറ്റ് റേ വന്ന് വീണു. ഈ ലൈറ്റ് റേ ഇങ്ങനെ പോയി. അപ്പോൾ നമ്മളതിൻ്റെ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ പോയിന്റിലാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഫോക്കസ് കിട്ടിയത്. ഈ ദൂരമാണ് എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇതിലേക്ക് ഞാൻ ലൈറ്റ് ഒന്ന് കൊടുത്തപ്പോൾ ആ ലൈറ്റ് എന്ത് ചെയ്തത്, ഇങ്ങനെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ പുറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെയാണ് ഫോക്കസ് കിട്ടിയത്. ഈ ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ട് പറ, ഈ 2 ലെൻസുകളിൽ
ഈ രണ്ട് ലെൻസുകളിൽ ആർക്കാ പവർ കൂടുതൽ? അപ്പോൾ നിങ്ങൾ പറയും സാറേ രണ്ടാമത്തേലാണ് പവർ കൂടുതൽ. കാരണം എന്ത് പറ്റി? ഈ പറയുന്ന ലൈറ്റിനെ നല്ല രീതിയിൽ ഡൈവേർജ് ചെയ്ത് ആരാണ്? രണ്ടാമത്തെ ലെൻസാണ്. അപ്പോൾ രണ്ടാമത്തെ ലെൻസിനാണ് പവർ കൂടുതലെന്ന് പറയും. അപ്പോൾ ഞാൻ എങ്ങനെ കൺഫേം ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സാറേ ഇവിടെയാണ് എന്ത് ഫോക്കൽ ലെങ്ത് കുറവ്, അല്ലെ ഇവിടത്തേനേക്കാളും ഫോക്കൽ ലെങ്ത് കുറവ് രണ്ടാമത്തേലാണ്. ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നല്ല രീതിയിൽ ഡൈവേർജ് ചെയ്തു എന്നല്ലേ? അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറവെന്ന് പറഞ്ഞാൽ കോൺവെക്സിൻ്റെ കേസിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തു? കൺവേർജ് ചെയ്തു എന്നല്ലേ? അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലെൻസ് ഒരു റേ ഓഫ് ലൈറ്റിനെ എത്രത്തോളം കൺവേർജ് ചെയ്യിച്ചു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിച്ചു എന്ന് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. എങ്ങനെ നമുക്ക് പവർ അളക്കാൻ പറ്റും? പവർ എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കൽ ലെങ്ത്തിന് വിപരീതമായിരിക്കും, അല്ലേ? ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ആൾക്ക് കൂടുതൽ പവർ, ഫോക്കൽ ലെങ്ത് കൂടിയാൽ അതിൻ്റെ അർത്ഥം കുറഞ്ഞ പവർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? P is equal to 1/f എഴുതിക്കൂടെ? കാരണം പവർ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോക്കൽ ലെങ്ത് കുറയുന്നു എന്നാണ്. അപ്പോൾ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ടേം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് പവറിനെ എങ്ങനെ അളക്കാം? ഫോക്കൽ ലെങ്തിൻ്റെ ടേംസിൽ അളക്കാം. സോ P is equal to 1/f. സെറ്റ് അല്ലേ? അപ്പോൾ എന്താ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇസ് എ ടേം റിലേറ്റഡ് ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ്. അല്ലെ, ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, പവർ ഓഫ് എ ലെൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ് ഓർ ഡൈവേർജ് ദ റേ ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അതിലേക്ക് വീഴുന്ന റേയെ എത്രത്തോളം കൺവേർജ് ചെയ്യിക്കാൻ പറ്റും, അല്ല ഒരു കോൺകേവ് ആണെങ്കിൽ എത്രത്തോളം ഡൈവേർജ് ചെയ്യിക്കാൻ പറ്റും എന്ന കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ ഓഫ് ലെൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾക്ക് ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മൈൻഡിൽ ഇരുന്നോളും. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ എന്തുകൊണ്ടായത് വന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ വിശദീകരിച്ച് തന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ആണ്. അവിടെ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കണം. ഇവിടെ നമ്മൾ പവർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഫോക്കൽ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ചോദ്യത്തിലെല്ലാം ഫോക്കൽ ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. എന്തുവാണ്? സെൻറ്റിമീറ്റർ ആണ്. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. എന്താണ്? ഡയോപ്റ്റർ. ക്യാപിറ്റൽ D ആണ് നമ്മളത് കാണിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ഒരു പോയിന്റ് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചു. എത്ര തവണ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടെന്ന് കയ്യും കണക്കുമില്ല. യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ D. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഡയോപ്റ്റർ എന്ന യൂണിറ്റിൽ നമുക്ക് പവർ കിട്ടണമെങ്കിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത് എന്തിലല്ല? സെൻറ്റിമീറ്ററിലല്ല, മറിച്ച് എന്തിലാണ്? മീറ്ററിലാണ്. സെൻറ്റിമീറ്ററിലല്ല, മറിച്ച് എന്തിലാണ്? മീറ്ററിൽ എടുക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡയോപ്റ്റർ എന്ന യൂണിറ്റ് കിട്ടുള്ളൂ. എന്ത് കിട്ടുള്ളൂ? ഡയോപ്റ്റർ എന്ന യൂണിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു അഡീഷണൽ പോയിന്റ് ചേർത്തത്. എഫ് ഷുഡ് ബി ഇൻ മീറ്റർ. എഫ് എപ്പോഴും എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. പക്ഷെ നമുക്ക് തരുന്ന പലപ്പോഴും എന്തിലായിരിക്കും? സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ സെൻറ്റിമീറ്ററിൽ കിടക്കുന്ന ടേമിനെ എങ്ങനെ മീറ്ററിലോട്ട് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? സെൻറ്റിമീറ്റർ കിടക്കുന്ന ടേമിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? മീറ്ററിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ പറയുന്നത്, ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യമാണ്, മറക്കാതെ പഠിച്ചു വെച്ചോളണം. അടുത്ത പോയിന്റ്, യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, ലെറ്റർ D ആണ്. ഇനി ഇതാ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഡയോപ്റ്റർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചിട്ട് ഏത് ലെൻസാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റും. നിങ്ങളിവിടെ നോക്കിയിട്ട് പറയടാ. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സംശയമുണ്ടോ? കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കൺവെൻഷൻ, സൈൻ കൺവെൻഷൻ അനുസരിച്ച്. കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇടത്തോട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2 പോയിന്റ് ഓർമ്മയുണ്ടോ? എന്നാൽ ഇവിടെ നോക്കിയിട്ട് പറ. ഞാൻ ഉപയോഗിച്ചത് ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1/f ആണെങ്കിൽ, അവിടെയുള്ള എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അവിടുത്തെ പിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കൂലേ? സംശയമുണ്ടോ? നോക്ക്, ഇതല്ലേ ലെൻസ്. ഈ ലെൻസിലോട്ടല്ലേ ലൈറ്റ് വരുന്നത്, അതിങ്ങോട്ടല്ലേ ചേരുന്നത്, ഈ ദൂരത്തിനല്ലേ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, അത് വലത്തോട്ടല്ലേ എടുക്കുന്നത്. സോ ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ആ പോസിറ്റീവ് വാല്യൂ ഇവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് എന്ത് ലെൻസിനെ കാണിക്കുന്നു? അത് കോൺവെക്സ് ലെൻസിനെ കാണിക്കുന്നു. ഇതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആവശ്യം വരുന്നത്. ഇനി കോൺകേവിൻ്റെ കേസ് നോക്കിയേ. ഇനി എന്ത് നോക്കുക? കോൺകേവ് ലെൻസിൻ്റെ കേസ് നോക്കുക. കോൺകേവ് ലെൻസിലും പവറിൻ്റെ ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല, അതെന്ത് തന്നെയാണ്? അത് 1/f തന്നെയാണ്. പക്ഷേ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വെർച്വൽ ഫോക്കസ് ആണ്, അല്ലേ? നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പറയുന്ന ലെൻസ് ഇങ്ങനെ വരച്ചിട്ട്
നമ്മളിങ്ങനെ എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് പോകും, ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഫോക്കസ് കിട്ടും. ഇടത്തോട്ട് എടുക്കുന്ന മെഷർമെൻ്റ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. സോ ഈ നെഗറ്റീവ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പവറിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. സോ പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. അതെന്തുമായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ്, പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ്. അതിൻ്റെ കാരണവും ഞാൻ വിശദീകരിച്ച് തന്നു. ഇത്രയും പോയിന്റുകൾ ഞാൻ ഒരുമിച്ച് തന്നെങ്കിലും ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ ഇന്ന് പഠിച്ചത് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. എന്താണ് ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലെൻസ് ലൈറ്റ് റേയെ എത്രത്തോളം കൺവേർജ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിക്കുന്നു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ലൈറ്റ് റേ ഇങ്ങനെ കൊണ്ട് ചേർക്കുന്നതിന് ലൈറ്റ് റേ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവേർജിങ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ലൈറ്റിനെ ദൂരേക്ക് വിടുന്നതിനെയാണ് ഡൈവേർജിങ് എന്ന് വിളിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് എത്രത്തോളം കൺവേർജ് ചെയ്യിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേർജ് ചെയ്യിച്ചു എന്നതിനെയാണ് കാണിക്കുന്നത്. അതായത് രണ്ട് ലെൻസുകൾ നമ്മൾ എടുത്താൽ നല്ല രീതിയിൽ കൺവേർജ് ചെയ്താൽ അവിടുത്തെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അത്ര നല്ല രീതിയിൽ കൺവേർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പവറിന് എതിരാണ്, വിപരീത അനുപാതമാണ്. അതുകൊണ്ടാണ് നമ്മൾ P = എന്തെന്ന് എഴുതിയത്? 1/f എന്ന് എഴുതിയത്. കോൺകേവിൻ്റെ കേസിലും മാറ്റമൊന്നുമില്ല. എത്രത്തോളം നന്നായി ഡൈവേർജ് ചെയ്യിക്കുമോ അത്രത്തോളം ഫോക്കൽ ലെങ്ത് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ രണ്ട് കേസിലും പവറിൻ്റെ ഫോർമുല 1/f. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഡയോപ്റ്റർ ആണ്. അപ്പോൾ ഡയോപ്റ്ററിൽ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. പക്ഷേ പരീക്ഷയ്ക്ക് സെൻറ്റിമീറ്ററിലേ തരുള്ളൂ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? സെൻറ്റിമീറ്റർ കിടക്കുന്ന ടേമിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം എന്തിൽ കിട്ടും? മീറ്ററിൽ കിട്ടും. കാരണം 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആവുന്നത്. അങ്ങനെ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അവിടുത്തെ പവർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവ് ആയതുകൊണ്ട്. കോൺകേവ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം അവിടുത്തെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ചോദിക്കാം, വാട്ട് ഈസ് 1 ഡയോപ്റ്റർ? എന്താ 1 ഡയോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നമ്മൾ പറയും 1 ഡയോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഏത് ലെൻസിൻ്റെയാണോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആയിട്ടുള്ളത്, ആ പറയുന്ന ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഡയോപ്റ്റർ ആയിരിക്കും. സംശയമുണ്ടോ? നോക്ക്, നമ്മൾ പറഞ്ഞു ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = എപ്പോഴാണ് 1D എന്ന് കിട്ടുന്നത്? പവർ എന്ന് പറയുന്നത് എപ്പോഴാണ് 1 ഡയോപ്റ്റർ കിട്ടുന്നതെന്നാണ് ചോദ്യം. 1 ഡയോപ്റ്റർ കിട്ടാനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് മാർഗം എന്ന് പറയുന്നത് പവറിൻ്റെ ഫോർമുല എന്തുവാണ്? 1/f ആണ്. ഈ എഫിൻ്റെ വാല്യൂ 1, ഒന്നല്ലേ ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ? അപ്പോൾ എഫിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ പവറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/1 = 1 ഡയോപ്റ്റർ എന്ന് കിട്ടും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡയോപ്റ്റർ എന്ന യൂണിറ്റിൽ കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന എന്ത് യൂണിറ്റിലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? മീറ്ററിലായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ എന്ന് പറയുന്നത് 1 ഡയോപ്റ്റർ ആണെങ്കിൽ അവിടുത്തെ ആ പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്കതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും 1 ഡയോപ്റ്റർ ആയിരിക്കും. 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഇത്ര 1 മീറ്റർ ആണെങ്കിൽ ഈ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഡയോപ്റ്റർ ആയിരിക്കും. എത്രയായിരിക്കും? 1 ഡയോപ്റ്റർ ആയിരിക്കും. ഒന്നും കൂടെ ചോദ്യം വരും, എന്താണ് 1 ഡയോപ്റ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എന്താ ഈ 1 ഡയോപ്റ്റർ? ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് പവറിൻ്റെ യൂണിറ്റാണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1/f ആണ്. ഈ 1/fൻ്റെ വാല്യൂ 1 കിട്ടാനുള്ള ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എഫ് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. 1 മീറ്റർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഇവിടെ മീറ്റർ ഇട്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ചോദ്യത്തിൽ 1 ഡയോപ്റ്റർ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡയോപ്റ്റർ ആരുടെ യൂണിറ്റാണ്? പവറിൻ്റെ യൂണിറ്റാണ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആവണമെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. സോ 1 ഡയോപ്റ്റർ വരണമെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം. അപ്പോൾ 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും 1 ഡയോപ്റ്റർ ആയിരിക്കും. എങ്ങനെ? ദ പവർ ഓഫ് എ ലെൻസ് വിത്ത് എ ഫോക്കൽ ലെങ്ത് ഓഫ് 1 മീറ്റർ ഈസ് 1 ഡയോപ്റ്റർ. 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ഡയോപ്റ്റർ ആയിരിക്കും. പ്ലസോ മൈനസോ ഇവിടെ നോക്കണ്ട. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണ് ചോദ്യം. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. അപ്പോൾ കോൺകേവ് ലെൻസ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു.
അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അതായത് അതിൽ റേ ഓഫ് ലൈറ്റ് വന്ന് തട്ടി ദൂരോട്ട് പോയിട്ട് നമ്മൾ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഫോക്കസ് കിട്ടി. ഈ ഫോക്കസ് തൊട്ട് ഈ നടുക്ക് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പവർ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതണം, നമുക്ക് അറിയാമെന്നുള്ള കാര്യം എഴുതണം. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. എന്തിന് മാറ്റണം? ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ കിട്ടണമെങ്കിൽ മീറ്ററിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? 25നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 25നെ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റും. 0.25 മീറ്റർ എന്ന് കിട്ടും. ഇനി പവറിൻ്റെ ഫോർമുല എന്ത്? പവറിൻ്റെ ഫോർമുല 1/f. 1/f എന്ന് പറയുമ്പോൾ 1 എത്ര? 0.25. 1/0.25. 0.25ൻ്റെ എന്താണ്? 1/1ൻ്റെ പകുതി അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100/25 ചെയ്യാം. 100/25 ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് 100 മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ ഡെസിമൽ സംഖ്യയല്ലേ, ഡെസിമലിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് മുകളിലും താഴെ ഒരു 100 ഇട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾ മാത്സിൽ കിടിലങ്ങളാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം? P is equal to 100/25 എന്ന് വരും അല്ലേ? 100/0.25 2 സ്ഥാനം മാറുമ്പോൾ 25. 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. സോ 4 ഡയോപ്റ്ററാണ് ഇവിടുത്തെ പവർ. സൈൻ മറന്നുപോയി. എന്താ സൈൻ? ഫോക്കൽ ലെങ്ത് അല്ലേ, അപ്പോൾ നെഗറ്റീവ് അല്ലേ? അപ്പോൾ പവറിൻ്റെ ഫോർമുല എന്ത് തന്നെയായിരിക്കും? -4D ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പവർ കണ്ടുപിടിക്കുന്ന രീതി. ഇതാണ് ഇവിടുത്തെ പവർ കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ള ഫോക്കൽ ലെങ്ത് ആദ്യം എഴുതുക. അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണെങ്കിൽ മറിച്ച് മീറ്ററിലോട്ട് ആക്കുക. എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീറ്ററിലോട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P is equal to 1/f, that is equal to 1/0.25. മിക്ക ക്വസ്റ്റ്യനിലും ഈ രീതി തന്നെ ആയിരിക്കും. അപ്പോൾ 0.25 വരുമ്പോൾ മുകളിലും താഴെ ഒരു 100 ഇട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സംഖ്യകൾ കുറച്ച് ഈസി ആയിട്ട് 100/25 എന്ന് കിട്ടും. അല്ലെ 1/0.25 എത്ര പേർക്ക് അറിയാം? അതിനകത്ത് പറ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ 100 മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 100/25 എല്ലാവർക്കും അറിയാം. 4ആണ്. ഫോക്കൽ ലെങ്തിൻ്റെ സൈൻ അവിടെ എന്തുണ്ടായിരുന്നു? നെഗറ്റീവ്. ഞാൻ അവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നെഗറ്റീവ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് -4D എന്ന് കിട്ടും. ലെൻസിൻ്റെ പവർ മൈനസ് ആയതുകൊണ്ട് അത് എന്ത് ലെൻസാണ്? കോൺകേവ് ലെൻസാണ്. അതും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അടുത്തൊരു ചോദ്യം നോക്കാം. ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. വാട്ട് ഡസ് +2D റെഫർ ടു? +2D എന്ന് പറഞ്ഞ പവർ എന്തിനെ കാണിക്കുന്നു? നമ്മൾ പറയും പ്ലസ് എന്ന സൈൻ കണ്ടതുകൊണ്ട് നമ്മൾ പറയും നമ്മളിവിടെ പറയുന്ന ലെൻസ് ഏതാണ്? അതൊരു കോൺവെക്സ് ലെൻസ് ആണേ. അതുകൊണ്ടാണ് എന്ത് വന്നത്? പ്ലസ് വന്നത്. ഇനി അവിടുത്തെ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ അടുത്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. പവർ എന്ന് പറയുന്നത് 2. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? അത് 1/p ആയിരിക്കും. എങ്ങനെ കിട്ടി? എടാ P is equal to 1/f ആണെങ്കിൽ F is equal to എന്തായിരിക്കും? 1/p ആയിരിക്കും. ഇവ അങ്ങോട്ട് പോവും, അവ ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/2. 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.5 സെൻറ്റിമീറ്റർ. 0.5 സെൻറ്റിമീറ്റർ അല്ലേ? എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5 അല്ലെ? 1/2 എന്ന് വെച്ചാൽ അര. 0.5 എന്താണെന്ന് കിട്ടും? സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇത് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 1/2. 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 എന്തുവാണ്? ഇവിടെ സെൻറ്റിമീറ്റർ വരത്തില്ല, 0.5 മീറ്റർ എന്ന് വരും. 0.5 മീറ്ററാണ് നമ്മളിവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. 0.5 എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് 0.5ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി? 100 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എത്ര കിട്ടും? 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഈ രീതിയിൽ എഴുതി വെച്ചാൽ മതി. ഇതുപോലെ ഇത്ര ഫസ്റ്റ് ഒറ്റ സ്റ്റെപ്പിനകത്ത് എന്ത് ചെയ്യേണ്ട? എഴുതി വെക്കേണ്ട. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി +2D ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ്. ആ കോൺവെക്സ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 2 ഡയോപ്റ്റർ ആണെങ്കിൽ അവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? F is equal to 1/p. 1/p എന്ന് പറയുമ്പോൾ 1/2. അതിൻ്റെ വാല്യൂ 0.5. അതെടുക്കേണ്ടത് എന്തിലാണ്? മീറ്ററിലാണ്. സെൻറ്റിമീറ്റർ അല്ല, എന്തിലാണ്? മീറ്ററിലാണ്. കാരണം ഫോക്കൽ ലെങ്ത് മീറ്ററിലാണെങ്കിലേ പവർ ഡയോപ്റ്റർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ മീറ്ററിന് സെൻറ്റിമീറ്ററിലാക്കാൻ 100 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര കിട്ടും? 50 സെൻറ്റിമീറ്റർ നമുക്കിവിടെ ഉത്തരം കിട്ടും. തെറ്റല്ലേ? അപ്പോൾ ഇതാണ് പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്ത് വെക്കണം.
അപ്പോൾ പവർ ഓഫ് ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? പവർ ഈസ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. അത് എന്ത് കാണിക്കും? കൺവേർജിങ് ഓർ ഡൈവേർജിങ് പവർ ഓഫ് എ ലെൻസിനെയാണ് കാണിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്ററിന് ഡി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കിടക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ ചെയ്തത്. +2 എന്തിനെ കാണിക്കുന്നു? ഈ രീതിയിലുള്ള പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിച്ച് അതിനെ പഠിച്ചുകൊള്ളണം. ഓക്കെ, അടുത്ത് പവർ ഓഫ് എ ലെൻസിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. എന്താണ് ഒരു ഡയോപ്റ്റർ എന്ന് വെച്ചാൽ? 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരു ഡയോപ്റ്റർ ആയിരിക്കും. അവിടെ നിന്ന് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവ് നമ്മൾ -4D വന്നത് എങ്ങനെയാണെന്നുള്ളത് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന ലെൻസുമായിട്ട് ലെൻസിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസുകളെ പറ്റിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെ കണ്ണാടി എന്ന് പറയുന്ന സാധനം, സ്പെക്ടക്കിൾസ്, അതിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ട്, സ്ട്രക്ചർ പഠിക്കേണ്ട. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ. ഇപ്പോൾ ഒരു ടോപ്പിക്കും കുഞ്ഞു ടോപ്പിക്കാണെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റി പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.